അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ സ്വലാത്തിനെ കുറിച്ചാണ്. ഏത് ആഗ്രഹവും സഫലീകരിച്ച് കിട്ടുന്ന, ഏത് സ്വപ്നങ്ങളും നിറവേറുന്ന ഒരു മനോഹരമായ സ്വലാത്ത്. ഈ സ്വലാത്ത് യൂട്യൂബിൽ എവിടെയില്ല. യൂട്യൂബിൽ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് കണ്ടില്ല. ഈ അത്ഭുതം നിറഞ്ഞ സ്വലാത്ത് എന്തുകൊണ്ട് യൂട്യൂബിൽ വന്നില്ല എന്ന ചിന്തയായിരുന്നു എനിക്ക്. ഒരുപാട് സ്വപ്നങ്ങൾ നിറവേറാൻ കാരണമാകുന്ന, എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും ഒരുപാട് ദിക്റ് ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ദാനങ്ങൾ കൊടുത്തു, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അമലുകളൊക്കെ ചെയ്തു, ഒന്നും നടന്നിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥതയോടുകൂടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുമെന്ന പ്രതീക്ഷയോടുകൂടെ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഏതാഗ്രഹമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിറവേറ്റി തരുമെന്ന കാര്യം 101% ഉറപ്പാണ്. 101% ഉറപ്പാണ്. അത്രയും പവറുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുർ റഹ്മ. സ്വലാത്തുർ റഹ്മ, അതാണ് സ്വലാത്തിന്റെ പേര്. നമ്മൾ ഇന്ന് പറയുന്ന സ്വലാത്തിന്റെ പേരാണ് സ്വലാത്തുർ റഹ്മത്ത്. റഹ്മത്തിന്റെ സ്വലാത്ത്, കാരുണ്യത്തിന്റെ സ്വലാത്ത്. നമ്മൾ തുടക്കത്തിൽ ആദ്യം സ്വലാത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. സ്വലാത്ത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തഫീദു ബിഹാ റഹ്മതുക അലൈനാ. ചെറിയ ഒരു സ്വലാത്ത്, ഒരൊറ്റ വരി മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നീ സമാധാനം സ്വലാത്തും നൽകണമേ. മാത്രമല്ല തഫീദു ബിഹാ റഹ്മതുക അലൈനാ, ആ റഹ്മത്ത് ഞങ്ങളിലേക്കും നീ ഒഴുക്കി തരണമേ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം. ഈ സ്വലാത്തിന്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് പറയണം. അള്ളാഹുവിന്റെ ഔദാര്യമില്ലാതെ, അള്ളാഹുവിന്റെ കരുണയില്ലാതെ നമുക്ക് ഒരു രക്ഷയുമില്ല. നാളെ പാരത്രിക ലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ പോലും അള്ളാഹുവിന്റെ കരുണ വേണം. അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു സ്വപ്നവും നമ്മുടെ നിറവേറാൻ പോകുന്നില്ല. നമുക്ക് വീടുണ്ടോ? വീട് കിട്ടിയത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. കണ്ണ് വർക്ക് ചെയ്യുന്നുണ്ടോ? കണ്ണ് പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിന്റെ സകല അവയവങ്ങളും, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ജീവിതം, നമ്മുടെ സന്തോഷം, നമുക്ക് എന്തൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നാണ്. അപ്പൊ ആ കാരുണ്യത്തിന്റെ പേരുള്ള സ്വലാത്താണ് സ്വലാത്തുർ റഹ്മ. ആ സ്വലാത്തുർ റഹ്മയാണ് നമ്മൾ ഇന്ന് ചൊല്ലാൻ പോകുന്നത്. ആ സ്വലാത്തുർ റഹ്മ ഞാൻ ഇന്ന് പറയുന്ന, ഈ വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ ആത്മാർത്ഥതയോടുകൂടെ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ചൊല്ലാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ, എന്താഗ്രഹമാണോ നിങ്ങൾക്കുള്ളത്, ഇതുവരെ കിട്ടാത്ത ആ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിത്തരും, ഉറപ്പാണ്. അത്രയും പവറുള്ള സ്വലാത്താണ് സ്വലാത്തുർ റഹ്മ. ഈ സ്വലാത്തുർ റഹ്മയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയാതെ പോകാനേ പറ്റില്ല. എങ്ങനെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം? വറഹ്മതീ വസിഅത് കുല്ല ശൈഅ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയാണ്, എന്റെ കാരുണ്യം, എന്റെ കരുണ എന്ന് പറയുന്നത്, എന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രപഞ്ചത്തിനേക്കാളും വിശാലമാണ്. സൂര്യനേക്കാൾ, ചന്ദ്രനേക്കാൾ, ഗാലക്സികളെക്കാൾ, ഈ പ്രപഞ്ചങ്ങളെക്കാളും വിശാലമാണ് അള്ളാഹുവിന്റെ കാരുണ്യം. നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നതും, നമ്മൾ വായിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും എല്ലാം അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. ആ കാരുണ്യമില്ലാതെ നമുക്കൊന്നും കിട്ടാൻ പോണില്ല. ഇനിയിപ്പോൾ നമ്മൾ മറ്റേതെങ്കിലും ദിക്റ് ചൊല്ലിയിട്ടാണ് നമ്മുടെ ആഗ്രഹം നിറവേറുന്നതെങ്കിലും അത് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഡോക്ടറുടെ അടുത്ത് പോയിട്ടാണ് അസുഖം ഭേദമാകുന്നതെങ്കിലും അത് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഹോസ്പിറ്റലിൽ പണം അടക്കണമെങ്കിൽ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ അതും അള്ളാഹു നൽകിയ കാരുണ്യം കൊണ്ടാണ്. അപ്പൊ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. ആ കാരുണ്യത്തിന്റെ പേരിലുള്ള സ്വലാത്താണ് സ്വലാത്തുർ റഹ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ ഈ പറയുന്ന രൂപത്തിൽ ഇന്ന് നിങ്ങൾ ചെല്ലാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ചൊല്ലിത്തീരുന്ന അന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നോ ആ ആഗ്രഹം നിറവേറാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ആത്മാർത്ഥത വേണം. ആത്മാർത്ഥത വേണം. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സ്വലാത്തിന് അത്രയും ഫലമുണ്ടെന്നുള്ള പ്രതീക്ഷ വേണം. അങ്ങനെ ചൊല്ലിയാലേ ഇതിന് പ്രതിഫലം കിട്ടുള്ളൂ കേട്ടോ. അതിന്
ആയത്തുണ്ട്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയരുത്. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഒരുപാട് ദുആ ചെയ്തു, ഒന്നും നിറവേറിയില്ല. അങ്ങനെ അടുത്ത ദുആ ചെയ്തു, അടുത്ത ദിക്ർ ചൊല്ലി, അടുത്ത സ്വലാത്ത് ചൊല്ലി. അപ്പോഴൊക്കെ ആദ്യത്തെ ഞാൻ ചെയ്തതിനൊന്നും അല്ലാഹ് തന്നില്ല എന്ന ചിന്തയാണെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. 1000 തവണ ഒരു കാര്യം നിറവേറാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തു, ഉത്തരം കിട്ടിയില്ല. 1001ാമത്തെ തവണ ദുആ ഇരക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് 1000 വട്ടം ദുആ ചെയ്തിട്ട് കിട്ടിയില്ല എന്നുള്ള ചിന്തയേ ഉണ്ടാകാൻ പാടില്ല. 1001ാമത്തെ തവണയും ദുആ ഇരക്ക് മനസ്സിലുണ്ടാകേണ്ടത് എൻ്റെ റബ്ബ് എനിക്ക് ഉത്തരം നൽകുമെന്നാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശമുറിയരുത്. അപ്പൊ അള്ളാഹു ഉറപ്പായിട്ടും എൻ്റെ ആഗ്രഹം നിറവേറുമെന്നുള്ള ഉറപ്പിലായിരിക്കണം നമ്മൾ ഈ സ്വലാത്ത് ചെല്ലേണ്ടത്. അല്ലാതെ ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. ഇവിടെ ഈ സ്വലാത്ത് ചൊല്ലേണ്ടത് എങ്ങനെയാണ്, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, ത്വരീഖത്തു ഹാദൽ അമൽ, ഈ അമൽ ചെയ്യേണ്ട ഒരു വഴിയുണ്ട്. ആ വഴി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നതിന്റെ സമയമാണ്. ഒന്ന് അൽ വഖ്തു, സമയം. ഇതിന്റെ സമയം പറയുമ്പോൾ അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല. കൂടുതലും നമ്മൾ പറയുന്നത് സുബഹി നിസ്കാരത്തിന് ശേഷവും ഇശാ നിസ്കാരത്തിന് ശേഷവും, അതുമല്ലെങ്കിൽ 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും. എത്ര തവണയാണ് ഈ സ്വലാത്ത് ചൊല്ലേണ്ടത്? 1001 തവണ. 1001 തവണ ചൊല്ലണം, അപ്പോഴേ ഇതിന് ഉത്തരം കിട്ടുള്ളൂ. ഈ 1001 തവണ ഒറ്റ അടിക്കിരുന്ന് ചെല്ലേണ്ട ആവശ്യമില്ല. പല തവണകളായി ചൊല്ലിയാൽ മതി, ഒഴിവുള്ള സമയത്ത് ചൊല്ലിയാൽ മതി. 7 ദിവസത്തിന്റെ ഉള്ളിൽ ചൊല്ലി തീർക്കണം. 7 ദിവസം കൊണ്ട് ചൊല്ലി തീർക്കണം. അതിന് 3 ദിവസം കൊണ്ട് തീർന്നാലും വേണ്ടിയില്ല, 5 ദിവസം കൊണ്ട് തീർന്നാലും വേണ്ടിയില്ല, 6 ദിവസം കൊണ്ട് തീർന്നാലും വേണ്ടിയില്ല. 7 ദിവസത്തിന്റെ ഉള്ളിൽ ചൊല്ലി തീർക്കണം. ഇനി 7 ദിവസം കൊണ്ട് തീർന്നിട്ടില്ലെങ്കിൽ 8ാമത്തെ ദിവസം വീണ്ടും ആദ്യം മുതൽ തുടങ്ങണം. അതൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം ഒരു 150 വട്ടമെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലുക. നമ്മളിപ്പോ പറഞ്ഞ സ്വലാത്ത് 150 വട്ടം ഓരോ നിസ്കാര ശേഷവും ഒരു 20-ഓ 30-ഓ തവണ ചൊല്ലിയാൽ തന്നെ നമുക്കൊരു 7 ദിവസമോ അല്ലെങ്കിൽ 6 ദിവസമാകുമ്പോഴേക്ക് ഏകദേശം പൂർത്തിയാക്കാൻ പറ്റും. അങ്ങനെ 1001 തവണ നമ്മൾ ഈ സ്വലാത്ത് ഓരോ തവണ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ ചൊല്ലുമ്പോഴും ഉണ്ടാകേണ്ട ചിന്ത, പടച്ചവൻ എൻ്റെ ആഗ്രഹം നിറവേറ്റി തരും, എനിക്ക് വീട് തരും, എനിക്ക് സമ്പത്ത് തരും, എനിക്ക് ജോലി തരും, എനിക്ക് നല്ല ദാമ്പത്യ ജീവിതം തരും, എനിക്ക് നല്ല കുടുംബം തരും, എനിക്ക് നല്ല സ്വപ്നങ്ങളൊക്കെ നിറവേറ്റി തരും. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത ഉണ്ടാവണം, എങ്കിലേ ഇതിന് ഉത്തരം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ 1001 തവണ ഈ സ്വലാത്തിനെ ചൊല്ലുക. ഞാൻ സ്ക്രീനിൽ കൊടുക്കുക, അത് നോക്കി എഴുതിയെടുത്തിട്ട് മനപ്പാഠം പഠിച്ചിട്ട് ചൊല്ലുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നീയത്ത് വേണം. ഏതൊരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും അതിന് നീയത്ത് നിർബന്ധമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏത് സൽക്കർമ്മമാണെങ്കിലും അതിന് നീയത്ത് നിർബന്ധമാണ്. ഇതിന്റെ നീയത്ത് എന്താണ്? നീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് മനസ്സിൽ കരുതുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനൊരു പ്രത്യേക നമ്മൾ അതിന് അറബി കണ്ടെത്തിയിട്ട് ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ നീയത്ത് അല്ലാഹുവിന്റെ കരുണ ലഭിക്കാനും എൻ്റെ ഈ ആവശ്യം സാധിക്കാനും ഈ സ്വലാത്തിനെ ഞാൻ ചൊല്ലുന്നു. അല്ലാഹുവിന്റെ കരുണ കിട്ടാനും എൻ്റെ ആഗ്രഹം സാധിക്കാനും വേണ്ടി ഞാൻ ഈ സ്വലാത്ത് ചൊല്ലുന്നു. നമ്മുടെ എന്താണ് ആവശ്യം അത് മനസ്സിൽ കരുതുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഈ സ്വലാത്ത് ഒഴിവ് സമയങ്ങളിലൊക്കെ ചൊല്ലിയിട്ട് എപ്പോഴാണോ 1001 തവണ പൂർത്തിയാക്കുന്നത് ആ സമയത്ത് അല്ലെങ്കിൽ ആ ദിവസം 1001ാമത്തേത് ചൊല്ലുന്നതോടുകൂടെ സൂറത്തുർ റഹ്മാൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് വിശദീകരിക്കുന്ന അതിമനോഹരമായ സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ഈ സൂറത്തുർ റഹ്മാൻ ഒരു തവണ പാരായണം ചെയ്യണം. അവസാനം 1001ാമത്തേത് ചൊല്ലിയതിനു ശേഷം സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുക. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തതിനു ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവസാനം ദുആ ഇരക്കുക എന്നതാണ്, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആഗ്രഹം പറഞ്ഞിട്ടായിരിക്കണം. എനിക്ക് വീടാണ്, ജോലിയാണോ, ഏതാണോ നമ്മുടെ സ്വപ്നം, ആ സ്വപ്നത്തിനെ മുൻനിർത്തിയിട്ട് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബിനോട് ചോദിക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല 100% ഉറപ്പായിട്ടും ആഗ്രഹം സഫലീകരിച്ചു തരുമെന്ന കാര്യം ഉറപ്പാണ്. നമ്മുടെ ഉള്ളിലാണ് ഉറപ്പ് വേണ്ടത്. അല്ലാഹു തരുമെന്നുള്ള പ്രതീക്ഷ വേണം. അങ്ങനെ ചൊല്ലാൻ തയ്യാറുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സ്വലാത്തുർ റഹ്മ എന്ന് പറയുന്ന മനോഹരമായ സ്വലാത്ത് വലിയ ഒരു ആയുധമാണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരുന്ന, ആഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന സന്തോഷമുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുർ റഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അവസാനത്തെ ദിവസം നമ്മൾ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തതിനു ശേഷം ദുആ ഇരക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ഹംദും സ്വലാത്തും കൊണ്ടായിരിക്കണം ദുആ തുടങ്ങേണ്ടത്. എങ്ങനെയാണത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്തെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ല, അല്ലെങ്കിൽ അൽഹംദുലില്ലാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും പറയാം. എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാം. അതോടൊപ്പം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ഇരക്കണം, നമ്മുടെ ഗുരുനാഥന്മാർക്ക് വേണ്ടി ദുആ ഇരക്കണം. ഇതിൻ്റെയൊക്കെ കൂടെ അവസാനം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇതേപോലെ ഹംദും സ്വലാത്തും കൊണ്ടായിരിക്കണം നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ഇങ്ങനെ ഇതിൻ്റെ അടുക്കും ചിട്ടയോടും കൂടെ ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലാൻ തയ്യാറുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാഗ്രഹമാണെങ്കിലും അത് നിറവേറ്റി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷവും സമാധാനവും നൽകട്ടെ, സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, നിറവേറ്റി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സ്വലാത്തുർ റഹ്മ എന്ന് പറയുന്നത് ഈ മഹത്തായ സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.